പോട്ടെ പോട്ടെ. പറഞ്ഞ സമയത്തിന് തന്നെ സാറ് ഇത്രയും പാഞ്ചാലിറ്റിയുള്ളൊരു മനുഷ്യൻ. നമസ്കാരമുണ്ട്. നമസ്കാരം. യാത്രയൊക്കെ സുഖമായിരുന്നു? സുഖമായിരുന്നു. എങ്ങനെയുണ്ട് പിള്ളച്ച? സുഖമല്ലേ? അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. എടാ സുന്ദര, എന്തോ ആ പെട്ടിയെല്ലാം എടുത്ത് സാറിന്റെ മുറി കൊണ്ടുപോയി. എന്റെ മോനാ സുന്ദരൻ. ജനിക്കുന്നതിന് മുമ്പിട്ട പേരാ. സാറേ, സാറും കുഞ്ഞും വരുന്നോണ്ട് ഇവിടെ അടുക്കളപ്പണിക്ക് എന്റെ ഭാര്യയോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ആര് വന്നാലും മനുമോളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നോണം. അവൾക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ? എടാ സുന്ദര, അയ്യോ എടാ പൊട്ടി മോൾ, നിന്നെ പറഞ്ഞ ഒരു കാര്യമില്ല. കഴുതയുടെ മോൾ. നിനക്കൊക്കെ തീറ്റ വരുന്ന നേരം കൊണ്ട് 2 വാഴ വെച്ചിരുന്നെങ്കിൽ ഞാൻ ഒന്നും പറയാനില്ല കേട്ടാ. കള്ളഹിമാറേ ചേട്ടാ, കള്ളപ്പുള്ള അന്നെ നമ്മള് വിടൂല. എന്ത് തീരുമാനിച്ചാണ് എന്റെ വെപ്പ്? ഇന്ന കയ്യിൽ നിന്ന് വാങ്ങിയ കായ് നമുക്ക് ഇപ്പൊ കിട്ടണം. ഭഗവതി, ഈ ബാധ ഒഴിപ്പിക്കാൻ എന്തൊരു മാർഗം? അതേനാ ഞാൻ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കണേ. ഒന്നുകിൽ എന്റെ മയ്യത്ത്, രണ്ടും നമുക്ക് പുറത്തു വെച്ചാകാം കേട്ടോ. എന്ത് പുറത്തു വെച്ചാൽ ഞാൻ എന്തായാലും വിചാരിച്ചേ ഞാനൊരു പമ്പര വിറ്റായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. വിട്ടിയാണെന്ന് അറിയാമായിരുന്നു, പക്ഷെ പമ്പരമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് എനിക്ക് തെറ്റി. സദ്ദാം ഹുസൈന്റെ ബാപ്പ മുത്തുപട്ടർ വിചാരിച്ചിട്ട് പോലും എന്നെ ഒതുക്കാൻ പറ്റിയിട്ടില്ല. അത് അപ്പൊ പട്ടരുമായിട്ടുള്ള ബിസിനസ്സും പൊളിഞ്ഞോ? പൊളിക്കും, എല്ലാം പൊളിക്കും ഞാൻ. വിശ്വാസവഞ്ചന, ആൾമാറാട്ടം എന്നിവയെല്ലാം കാണിച്ച് തന്നെ ഈ നിമിഷം വേണമെങ്കിൽ എനിക്ക് അകത്താക്കാൻ കഴിയും. പക്ഷെങ്കിൽ ഞാനത് ചെയ്യൂല. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറായ ഒരവസ്ഥയിലാണ് ഞാൻ അറ്റ കൈ പ്രയോഗിച്ചത്. ആരെയും വഞ്ചിക്കണമെന്നുള്ള ഉദ്ദേശം എനിക്കില്ല. ഈ ബംഗ്ലാവ് വിറ്റിട്ടാണെങ്കിൽ പോലും സാറിന്റെ പണം ഞാൻ മടക്കി തരും. അങ്ങനെ വഴിക്ക് വാ. ഈ ബംഗ്ലാവ് വിൽക്കാൻ തനിക്കെന്ത് അവകാശം? ഈ ബംഗ്ലാവ് തന്റെയാ? അല്ല, എന്റെ അല്ല. ഇറക്കല്ലേ, വേല ഇറക്കല്ലേ, എന്റെ അടുത്ത് വേല ഇറക്കല്ലേ. നമ്മളെല്ലാം അറിഞ്ഞിട്ടല്ല വന്നിരിക്കണേ. 24, 24 എത്രയാണ്? 38. പോരാ, 48 മണിക്കൂറിനുള്ളിൽ എന്റെ കായ് തന്നിട്ടില്ലെങ്കിൽ താനും തന്നെ കുടുംബം അതെ ഓലത്തും ഈ കമ്പൗണ്ടിൽ ഇട്ടൊലത്തും കാണിച്ചരാ. ഓർമ്മിരിക്കട്ടെ. എന്റെ ഭഗവാനെ, അർജുനൻ പാട്ടൻ പിന്നെ കിരീടിയും ഉഗ്രമായ പെരുമ്പാമ്പും അന്നൊന്ന് പയ്യെ പോകുമ്പോ എനിക്ക് അയ്യോ, കുഞ്ഞിന്റെ കൈക്കത്ത് പറ്റി. കാറ്റില് ജനലടഞ്ഞപ്പോ ചില്ല് പൊട്ടി വീണതാ. ഡോക്ടറോട് വേണ്ട, വിളിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പോയി കിടന്നോ. ചെറിയ മുറിവല്ലേ, ഉപ്പ് വെച്ച് കിട്ടിയാ മതി. അച്ഛനെന്തേ? മനസ്സമ്മതം കഴിഞ്ഞപ്പോ തുടങ്ങിയതാ ഈ മനസ്സമാധാനക്കേട്. അച്ഛൻ കാര്യം ചോദിക്കട്ടെ, അച്ഛന്റെ മനസ്സമ്മതത്തിന് ഇങ്ങനെയുള്ള കുഴപ്പമുണ്ടായിരുന്നോ? ഉണ്ടായി. അതാണ് നീ മനസ്സമാധാനക്കേട്. എന്താ, എന്ത് പറ്റി? ആ അലമാര നമ്മുടെ മേൽ. അലമാരയോ? മനു എന്തായി പറയുന്നത്? എന്താ മനു, അലമാരയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അലമാരല്ലേ ഇരിക്കുന്നത്. മനുമോളെ, എന്തിനാ കരഞ്ഞത്? ഒന്നുമില്ല. ഒന്ന് പേടിയുണ്ടെങ്കിൽ ഞാൻ വന്ന് കൂട്ടി കിടക്കാം മോളെ. വേണ്ട, ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങളോ? ബെസ്റ്റ് പാർട്ടി. പറഞ്ഞപ്പോ തെറ്റിപ്പോയാരി. ചേച്ചി, നമുക്ക് ഈ ഫോട്ടോ ഇവിടെ തന്നെ വെക്കണം. വരുന്നവരൊക്കെ കണ്ടു വെക്കട്ടെ.
ഞാനെങ്ങനെയാ വീണത്? ആരാണ് തള്ളിയിട്ടത്? കയ്യില് അയ്യോ അവിടെ ചോര, അവിടെ ചോര, ചുമരില് ചുമരില്ല. അല്ല അവിടെ പൈപ്പില്. അല്ലമ്മേ, ഞാൻ ആന അടിച്ചപ്പോ ചുമരെന്നെ ചോര തുപ്പി. എന്താ ഇത്? അത് ഇതൊക്കെ ചിന്തിച്ച് മനുഷ്യന് വട്ടായി പോയെന്നാ തോന്നണേ. എടാ മനുഷ്യനായ കുറച്ച് ധൈര്യമൊക്കെ വേണം. മോളിഞ്ഞ് മാറി, നീ ഒന്ന് മാറി. എന്താ നോക്ക്, ആൾക്കാരെ ചിറ്റിക്കാൻ രാത്രി ഇതിലെന്താ പ്രേതം. എവിടെയാ പ്രേതം? എവിടെയാണെന്നാ പറഞ്ഞത്? ഇവിടെ കാണുന്നില്ലല്ലോ. ഇപ്പൊ അച്ഛനും വട്ടായല്ലേ? അതെ, മനുഷ്യനായ കുറച്ചൊക്കെ ധൈര്യം വേണം. സുന്ദരൻ. സുന്ദര, എവിടെയാണ് കിടക്കണേ? അത് പിന്നെ അച്ഛന്റെ മോനല്ലേ, എന്നോട് കിടക്കാനൊന്നുമില്ലല്ലോ. കിടന്ന അതെ, അച്ഛനോട് പോയി പറയും വാങ്ങിയ കാശ് തരാൻ. സുന്ദര, കാറ്റ് പോയ വയ്യന്റെ വഴിയായോ? എന്താ ചെയ്യ? ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ സ്ഥിതി. എന്തുപോലെ നടന്നൊരു പയ്യനാണ്. അതെ, അതിപ്പോ ശവത്തിനോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ശവോ ഇറങ്ങി പോടാ. ഞമ്മക്ക് ഇതിനുള്ള കാശ് എന്നാ പോയിക്കോളാം. മനുഷ്യൻ സമാധാനമായിട്ടൊന്ന് ശവാസനം ചെയ്യാൻ സമ്മതിക്കൂലേ? നിന്റെ ഒരു ആസനം കാരണം ബാക്കിയുള്ളവർ നാറിപ്പോയില്ലടാ. എടാ പിള്ളേ, എനിക്ക് പോണം. മര്യാദക്ക് കാശെടുക്ക്. മാമുക്ക, അച്ഛനെ ശല്യപ്പെടുത്തരുത്. അച്ഛൻ ഇപ്പൊ ആസനത്തിലാണ്. അച്ഛനുണ്ട് ആസനം. എന്താസനം? മൗനാസനം. എവിടെ? അതെ, മകൻ ശവാസനം, അച്ഛൻ മൗനാസനം. ഞാൻ ഇനി ഏത് ആസനത്തിലേക്കാണ് എന്റെ കാശ് ഇട്ടാൻ പോണ്ടത്? അയ്യോ ഇക്ക, അത് പിന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങള്. എടോ പിള്ളേ, ഞാൻ പോയിന്ന് കരുതണ്ട. തന്റെ ആസനമൊക്കെ ഒരു ദിവസം തീരുമല്ലോ, അപ്പൊ തന്നെ കണ്ടോളാം. സൂക്ഷിച്ചോ. സ്വന്തം തന്റെ എന്റെ പേരിൽ പറയാണ്. ഈ തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് അധികകാലം ജീവിക്കാന്ന് കരുതണ്ട. നീ വന്നേ, സ്വസ്ഥമായിട്ട് ഈ ശവം ഒന്ന് ആസനം ചെയ്തോട്ടെ. ശവാസന, ശവാസനൻ. വാ നീ വാ.